അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. നമ്മളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. ഒരാളല്ല, ആയിരങ്ങളുടെ ദുആ. ഒരാൾ മരണപ്പെട്ടാൽ മരണവാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഇതിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. മരണപ്പെട്ടിരിക്കുന്നത് ഒരു മുത്താലിമാണ്. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മയ്യിൽ നിരുത്തുംപാലം സ്വദേശി ഷാഹിദ് എന്ന 21 വയസ്സുകാരനായ മുത്താലിമാണ്. നല്ലൊരു തങ്കക്കുടം പോലുള്ള പൊന്നുമോൻ. നഷ്ടം നമുക്ക് തന്നെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരിക്കും. നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഉപേക്ഷിച്ച് ഒരു ദിവസം എല്ലാവരും പോകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സുന്നി പ്രവർത്തകനായാലുള്ള ഗുണം ഇത് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒന്ന് അറിയണം. മരണശേഷം നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോകണം. അതൊന്നും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ ഷാഹിദ് എന്ന ഈ മുത്താലിം പോയിരിക്കുന്നത് അധിക കാലമൊന്നും ഇവിടെ ജീവിച്ചിട്ടില്ല എങ്കിലും ആ ഒരു ചെറിയ നാളുകൾ കൊണ്ട് അവൻ്റെ മരണത്തിന് ശേഷവും അവൻ അനുഭവിക്കാനുള്ളത് സ്വരൂപിച്ച് കൂട്ടിയിട്ടാണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. എത്ര ഭാഗ്യവനാണല്ലേ. നമ്മളൊക്കെ ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് ഒരു നാൾ പോകേണ്ടി വരുന്ന വിഷമത്തിലായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള മുത്താലിമ്യങ്ങൾക്ക് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിന് വേണ്ടി കൂടി സ്വരൂപിച്ചു വെച്ചാണ് അവർ ഈ ദുനിയാവിൽ തന്നെ ജീവിച്ചു പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും മരിക്കും. ഒരു ദിവസം മരിക്കുമ്പോൾ ഒന്നും ഇല്ലാതായി പോകരുത്. മരണം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അത് എങ്ങനെ മരണപ്പെട്ടാലും മരണവേദനയും മരണകാരണങ്ങളെ മാറുന്നുള്ളൂ. ചില മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിച്ചേക്കാം. പക്ഷെ അവരിവിടെ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നാടിനെയും സഹപ്രവർത്തകരെയും കുടുംബത്തെയും ഒരുപോലെ കരയിപ്പിച്ചേക്കാം. കരയരുത്. അവൻ പോയിരിക്കുന്നത് പടച്ചറബിലേക്കാണ്, പടച്ചറബിൻ്റെ റഹ്മത്തിലേക്കാണ്. സങ്കടമുണ്ടാകും, സഹിക്കുക. എല്ലാവരും ഒരു ദിവസം പോകില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാൻ ദുആ ചെയ്യാം. ഇത് സഹിക്കാനുള്ള സഹനശക്തി പടച്ചറബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ നൽകണേ റബ്ബേ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹിച്ച ഈ ഒരു മാസം ആരംഭപ്പൂവായ മുത്ത് റസൂലിൻ്റെ ഹളറത്തിൽ ചെന്നെത്താൻ ഭാഗ്യം ലഭിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ ഇവിടെ? നബിദിനാഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു നമ്മൾ. അതുപോലെ തന്നെയായിരുന്നു ഷാഹിദ് എന്ന ഈ ഒരു മുത്താലിമും. നാട്ടിലെത്തി സജീവമായി നബിദിനാഘോഷത്തിൽ പങ്കുചേരാൻ ആഗ്രഹിച്ച ആ ഒരു ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ. നാടിനും നാട്ടുകാർക്കും നാളെ ഉപകാരപ്പെടേണ്ട നല്ലൊരു മുത്താലിമ്. നഷ്ടം നമുക്കാണ്. നമുക്കതിനുള്ള ഭാഗ്യമില്ല. ഒരു മുത്താലിമാകുക എന്നത് നിസാര കാര്യമല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സ്വന്തം മാതാപിതാക്കൾ കണ്ടു കൊതി തീരും മുമ്പ് ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അവരുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളാണ്. പടച്ചറബ്ബേ അവർക്കിത് സഹിക്കാനുള്ള സഹനശക്തി നീ നൽകണേ റബ്ബേ. അവിടുന്ന് ട്രെയിൻ കയറുമ്പോൾ മനസ്സിൽ നിറയെ ഹബീബിനോടുള്ള മുഹബത്തായിരുന്നു, ആ ഒരു പിരിശമായിരുന്നു. നാട്ടിൽ വന്ന് ഈ വർഷത്തെ നബിദിനാഘോഷത്തിൽ സജീവമായി പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തി അവിടെ നിറങ്ങിയതാ. പടച്ചറബ് നേരെ കൊണ്ടുപോയത് മുത്ത് ഹബീബിൻ്റെ ചാരത്ത് തന്നെയായിരിക്കും. ട്രെയിനിൽ നിന്നും ഉറങ്ങിപ്പോയതാണ്. കണ്ണൂരിൽ ഇറങ്ങേണ്ടവർ കണ്ണു തുറന്നപ്പോൾ എത്തിയത് പയ്യന്നൂരിലായിരുന്നു. എല്ലാം പടച്ചറബിൻ്റെ കണക്കൂട്ടലുകളായിരിക്കും. എങ്ങനെയെങ്കിലും പുലർച്ചെ തന്നെ വീട്ടിലെത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു. അവിടെയുള്ള വിജനമായ ദേശീയ പാതയിലൂടെ പെരുമ്പഴിയിലേക്ക് അവർ നടന്നു. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ വെപ്രാളം കൊണ്ട് നടക്കുന്ന ആ ചെറുപ്പക്കാരെ തേടിയെത്തിയത് അതിദാരുണമായ അപകടമായിരുന്നു. എവിടെ നിന്നോ പിന്നിൽ നിന്നും പാഞ്ഞു കുതിച്ചു വരുന്ന കാറ് ആ 2 മക്കളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മയ്യിൽ നിരുത്തുംപാലം സ്വദേശിയായ 21 വയസ്സുകാരനായ ഷാഹിദ് എന്ന മുത്താലിം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൂടെയുണ്ടായിരുന്ന തിരുവട്ടൂർ സ്വദേശിയായ ഷിബിലിൻ എന്ന 21 വയസ്സുകാരൻ അപകടത്തിൽപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പടച്ചറബ്ബേ ആ പൊന്നുമോന് നീ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. ആ ആശുപത്രിയിൽ നിന്നും നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നാട്ടിലേക്ക് പോകാൻ വാഹനം തിരക്കി രാത്രിയുടെ ആ നിശബ്ദതയിൽ ആ വഴിയിലൂടെ നടന്നുപോയ 2 യുവാക്കളുടെ സ്വപ്നങ്ങളാണ് അമിത വേഗത്തിൽ വന്ന ആ ഒരു വാഹനം ഒരൊറ്റ നിമിഷം കൊണ്ട് അപ്രതീക്ഷിതമാക്കിയത്. ഷാഹിദിൻ്റെ മരണം നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്കൊക്കെ ആശ്വാസവും തന്നാണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ചെറിയ നാളുകൾ കൊണ്ട് അവൻ ഉണ്ടാക്കി വെച്ചത്
ചെറുതൊന്നുമല്ല. ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കേണ്ടതൊക്കെ അവൻ കരുതി വെച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇത് കണ്ടോ നിങ്ങൾ? പ്രിയ ഷാഹിദിൻ്റെ ഖബറിനരികിൽ SSF പ്രവർത്തകർ ഖുർആൻ ഖത്മുകൾ തീർക്കുകയാണ്. അവന് വേണ്ടി ഒരുക്കി വെച്ച നന്മകൾ ഇവിടെ ബാക്കി വെച്ചാണ് അവൻ റബ്ബിലേക്ക് മടങ്ങിയത്. ഒരു സുന്നി പ്രവർത്തകനായാൽ മാത്രം കിട്ടുന്ന ഭാഗ്യം. ഷാഹിദ് വളർത്തിയ മക്കളാണിവർ. സ്വന്തം മക്കളായിരുന്നില്ല അവർ, പക്ഷേ സ്വന്തം മക്കളെ പോലെ അവരുടെ കൈ പിടിച്ച് നടന്നവനായിരുന്നു. സംഘടനകളുടെ വഴിയിലൂടെ അവരെ ചേർത്ത് പിടിച്ചു. നന്മയിലേക്കായിരുന്നു കൂട്ടിക്കൊണ്ടുപോയത്. ആ ഒരു നന്മയാണ് അവൻ ഇപ്പോൾ മരണശേഷം അനുഭവിക്കുന്നത്. അവൻ പഠിപ്പിച്ച മക്കൾ അവൻ്റെ ഖബറിനരികിലിരുന്ന് ഖതം തീർക്കുന്ന ആ ഒരു രംഗമാണ് ഹൃദയം പൊട്ടുന്ന വേദനയോടെ നമ്മൾ കാണുന്നത്. ഷാഹിദ് നമ്മെ വിട്ടുപോയത് ഒരു ഓർമ്മ മാത്രമല്ല എന്ന് നമുക്ക് തോന്നുന്നു. അവനിവിടെ വളർത്തിയെടുത്ത ഒരുപാട് നന്മകൾ അവന് ചുറ്റും പുണരുകയാണ്. അവൻ പഠിപ്പിച്ച സ്വലാത്ത് അവന് വേണ്ടി തന്നെ ചൊല്ലുകയാണ്. അവനിവിടെ പരിചയപ്പെടുത്തിയ ഓരോ നല്ല പ്രവൃത്തിയും അവന് ഹൈറായി മാറിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഒരു പക്ഷേ അവൻ്റെ മരണത്തിന് ശേഷവും അവൻ്റെ കിതാബിൽ എഴുതപ്പെട്ടതായിരിക്കും ഇതൊക്കെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതമായ ഈ ഒരു മാസം എല്ലാവരും ഓരോ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കട്ടെ നിങ്ങളുടെയൊക്കെ ദുആ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഷാഹിദ് എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, മഹ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ, മർഹമത്ത് കൊടുക്കണേ റബ്ബേ, ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ, ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമ നൽകണേ റബ്ബേ, സമാധാനം നീ നൽകണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ പൊന്നുപ്പാക്ക് പൊന്നുമ്മാക്ക് നീ ഇത് സഹിക്കാനുള്ള സഹനശക്തി നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, എല്ലാം നിനക്കറിയാലോ റബ്ബേ. ഏറെ സന്തോഷത്തോടെ നാട്ടിലെത്തി മുത്ത് ഹബീബിന് വേണ്ടി സ്വലാത്തും ചൊല്ലി നബിദിനം ആഘോഷിക്കാൻ ആഗ്രഹിച്ച് പുറപ്പെട്ടതാണ് റബ്ബേ. പടച്ച റബ്ബേ, മുത്ത് ഹബീബിൻ്റെ ചാരത്ത് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഷഹീദിൻ്റെ പ്രതിഫലം നീ നൽകണേ റബ്ബേ. നാളെ ആ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളിൽ ഈ മോനെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്ദി വൽ ഹബീബ്